കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നാഗ്പൂരിലായിരുന്നു നമ്മുടെ ശ്രദ്ധയുണ്ടായിരുന്നത്. അവിടെ രഞ്ജി ട്രോഫി മത്സരം നടന്നതുകൊണ്ടാണെങ്കിലും നാഗ്പൂരിന് വേറെ കുറേ പ്രത്യേകതകളുണ്ട്. അത് ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നാണ് നാഗ്പൂർ അറിയപ്പെടുന്നത്. ഓറഞ്ച് മാത്രമല്ല, പച്ചക്കറി തോട്ടങ്ങൾ, പൂപ്പാടങ്ങൾ, അങ്ങനെ സമൃദ്ധമാണ് നഗരാതിർത്തികളിലുള്ള ഗ്രാമങ്ങൾ. നാഗ്പൂരിലേക്ക് രഞ്ജി ട്രോഫി കവർ ചെയ്യാനാണ് എൽദോ പോയത്. പക്ഷേ എൽദോ പോൾ പുതുശ്ശേരി നമുക്ക് പ്രേക്ഷകർക്കായി അവിടെ നിന്നൊരു മനോഹരമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാണാം. നാഗ്പൂരിനെ ഓറഞ്ച് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഓറഞ്ചുകളുടെ നഗരം. അത് ഇവിടത്തെ ഓറഞ്ച് കഴിച്ചു നോക്കുക തന്നെ വേണം കേട്ടോ. അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓറഞ്ചിന്റെ ടേസ്റ്റേ അല്ല, അത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഓറഞ്ച് തോട്ടത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ ഇതിന്റെ സീസൺ അല്ല ഇപ്പോൾ, അത് പാകപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഇനി ഒരു മെയ്യോട് കൂടിയായിരിക്കും അതിന്റെ വിളവെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓറഞ്ചുകൾ ഇപ്പോൾ കാച്ചു വരുന്നതേ ഉള്ളൂ. കാരണം ചെറിയ ചെറിയ ഓറഞ്ച് കായകൾ കാണാം, പച്ചയാണ്. അതൊക്കെ ഇനി പഴുത്ത് നല്ല സുന്ദരൻ ഓറഞ്ചുകളായി വരണമെങ്കിൽ കുറച്ച് മാസങ്ങൾ എടുക്കും. അപ്പൊ അതിനുശേഷമാണ് ആ ഓറഞ്ചിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ശരിക്കും വരിക. അപ്പൊ ഈ ഓറഞ്ച് തോട്ടങ്ങൾ ഇങ്ങനെ സമൃദ്ധിയായി നിൽക്കുന്നത് കാണാം ഈ നാഗ്പൂരിലെ പല ഉൾഭാഗങ്ങളിലേക്ക് ചെന്നാൽ മാത്രമാണോ അതൊക്കെ കാണാൻ കഴിയുക. നമുക്ക് ഇവിടെയുള്ള ഈ തോട്ടം ഒക്കെ നോക്കുന്ന മഹേന്ദ്ര എന്ന് പറഞ്ഞ പയ്യനാണ്. പയ്യനോട് ചോദിക്കാം, മഹേന്ദ്ര कैसे ऑरेंज कल्टीवेशन कैसे चल रहे हैं? अच्छा चल रहा है सर. महेंद्र, तो अभी तो सीजन नहीं है ना? नहीं, अभी सीजन नहीं है, पर अभी स्टार्ट तो चालू हो गया लगना. कब है ये सीजन? कब वो क्या बोलूं, वो स्वीट ऑरेंज कब मिलेगा? अभी 2 महीने के बाद, यानी कि अभी जनवरी फरवरी मार्च मई तक के मिल जाएंगे. ठीक है. तो इधर क्या क्या है? ऑरेंज है, फिर क्या है? ऑरेंज है, उधर लेमन है, फिर मौसम्बी है, फिर जो हमको लगता है ना कि भाजी पाला वो है. ഓറഞ്ച് തോട്ടങ്ങൾ മാത്രമല്ല, ഈ സിട്രസ് വിഭാഗത്തിൽപ്പെട്ട ഒട്ടുമിക്ക കൃഷിയും ഇവിടെ ഈ നാഗ്പൂരിൽ സജീവമാണ്. ഇത് ഒരു മൂസമ്പി മരമാണ്, മൂസമ്പി ചെടിയാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ പറഞ്ഞ പോലെ മൂസമ്പി ഇതുപോലെ ചെറിയ ചെറിയ കായായി വരുന്നതേ ഉള്ളൂ. മൂസമ്പി ഇതുപോലെ സീസൺ ആകുന്ന സമയമാണ്. ഇപ്പൊ പൂത്ത് വരുന്നു, ചെറിയ കായായി വരുന്നു. മൂസമ്പി പറഞ്ഞ പോലെ മെയ് മാസത്തിൽ തന്നെയാണ് മൂസമ്പിയും ഇതുപോലെ ഏറ്റവും കൂടുതൽ വളർന്നു വരിക. അപ്പോൾ ഓറഞ്ച് മരം പോലൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എന്നാലും മൂസമ്പി ചെടിയാണ് കാണുന്നത്. നാഗ്പൂരിൽ ഓറഞ്ച്, നാരങ്ങ, മുസംബി ഇതൊന്നും മാത്രമല്ല, കൃഷിയിടങ്ങളിൽ അത് വളരെ വർണ്ണവൈവിധ്യമുള്ള ഇതുപോലത്തെ നല്ല കാഴ്ചകളുണ്ട്. ഒരുപാട് ബന്ദിത്തോട്ടങ്ങൾ, ജമന്തി പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് കാണാം. അത് രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗ്പൂരിലെ ഒരു കാലാവസ്ഥ, ഇപ്പോൾ നമ്മൾ നട്ടുച്ച നേരത്ത് വന്നാൽ പോലും വളരെ പ്ലസന്റ് ആയി നമുക്ക് ഒരുപാടൊന്നും വേർക്കാതെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യാം. നാഗ്പൂരിൽ വന്നാൽ അങ്ങനെ ഈ ഏറ്റവും ഉൾകേന്ദ്രങ്ങളിലേക്ക് പോകണം. ഇത്തരം കൃഷിയിടങ്ങളും ഇത്തരം ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ എന്നുള്ളതാണ്. എന്നാൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നല്ലോ, ഒരുപാട് പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. ഇനിയും വിരിയാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും ഇതിനും കുറച്ചുകൂടി സമയം വേണ്ടി വരും. പക്ഷെ എങ്കിൽ പോലും മനോഹരമായ കാഴ്ചയാണ് എപ്പോൾ വന്നാലും നാഗ്പൂരിലെ മിക്ക ഇടങ്ങളിലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാഗ്പൂർ അങ്ങനെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും മാടി വിളിക്കും. നേരത്തെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഹൃദയം എന്ന് പറയാവുന്ന നാഗ്പൂർ ഇങ്ങനെ കൃഷിയുടെയും നല്ലൊരു കേന്ദ്രമാണ്. നല്ല ഒരു സംസ്കാരം, കൃഷി സംസ്കാരം, കാർഷിക സംസ്കാരം കൂടിയുള്ള സ്ഥലമാണ് എന്നുകൂടി ഓർത്തു വെച്ചുകൊള്ളുക. നാഗ്പൂരിൽ നിന്ന് ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം എൽദോ പോൾ പുതുശ്ശേരി, ന്യൂസ് 18.